ഹലോ ഗുഡ് മോർണിംഗ്. ഇത് വിഷു ദിനമാണ്. ഹാപ്പി വിഷു എല്ലാവർക്കും. ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ജസ്റ്റ് ഒരു ഔട്ടിങ്, ഫുഡ് കഴിക്കുന്നു, ജസ്റ്റ് ഗോയിങ് ഔട്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന ഒരു ചെറിയ വ്ളോഗാണ് ഞങ്ങൾ എടുക്കുന്നത്. ഓക്കെ, ഏവർക്കും സ്വാഗതം. ഹായ്. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇവിടെ ക്രൗൺ പ്ലാസയിലേക്കാണ് ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. വിഷു ദിനമായിട്ട്. ഹായ് ലല്ലു, ഹാപ്പി വിഷു പറഞ്ഞു. എല്ലാവരും ഹാപ്പി വിഷു പറയൂ. ഹാപ്പി വിഷു. എല്ലാവരും ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. ബേബി സെറ്റ് ബാക്കിലാണ്. ഹാപ്പി വിഷു പറഞ്ഞേ ജെജി ആന്റണി. ഹാപ്പി വിഷു പറഞ്ഞു. അപ്പോൾ ഹാപ്പി വിഷു. അപ്പം നമ്മളെല്ലാവരും ക്രൗൺ പ്ലാസയിൽ പോയി ഉച്ചയ്ക്കത്തെ ലഞ്ച് അവിടെ നിന്നാണ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് ജസ്റ്റ് ഒരു റൗണ്ടിങ്ങിന് പോവും. അതാണ് ഇന്നത്തെ പ്ലാന്. സോ ചെറിയ വ്ളോഗാണ്. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. Joji come. Bye. നമ്മൾ ക്രൗൺ പ്ലാസയിൽ പാൻ ഏഷ്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കണത്. സദ്യ കഴിക്കുന്നില്ല. ഹാപ്പി വിഷു. ഇത് രണ്ട് ടേബിൾ ഇട്ടിട്ടാണ് ജോയിൻ ചെയ്തിട്ട്. സോഫ ഉണ്ടോ? ഹലോ, അങ്ങനെ നമ്മൾ ക്രൗൺ പ്ലാസ സദ്യ കഴിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഹാപ്പി മമ്മി സദ്യ പറഞ്ഞപ്പോൾ? ഹാപ്പി വിഷു സദ്യ. ആന്റണി, ജജി, വെർ ഇസ് ആന്റണി? ബാ, ദേ കളിക്കുന്ന സ്ഥലം. ഓ മൈ ഗോഡ്. മമ്മി മാറി നിൽക്കാം, അവരെ എടുക്കട്ടെ. സദ്യ കഴിക്കാനാണ് നമ്മൾ വന്നിരുന്നത്. ബൊഫേ ഇല്ല. സോ വി ആർ ഗോയിങ് ടു ഹാവ് സദ്യ. എവിടെയാ? ഇല്ല, എവിടെ ഇരിക്കുന്നത്? ഹലോ, ഹാപ്പി വിഷു. ഹലോ, മമ്മിക്കും സിബിക്കും ഐത്തിക്കും ഒക്കെ എല്ലാവർക്കും, ചേച്ചിമാർക്കും എല്ലാവർക്കും സദ്യ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യയാണ് പറഞ്ഞിരിക്കുന്നത്. സദ്യക്ക് വന്നാണ് ഇരുന്നത്. യെസ്. ആ, നമ്മൾ സദ്യ കഴിക്കുന്നു.
ഹലോ, എങ്ങനെയുണ്ട് സദ്യ കഴിച്ചിട്ട്? അടിപൊളി സദ്യ അല്ലേ, വിഷു ആയിട്ടല്ലേ? ഈ വർഷത്തെ വിഷു സദ്യ. അതെ, അങ്ങനെ എല്ലാവരും ക്രൗൺ പ്ലാസ ഹോട്ടലിൽ സദ്യ കഴിച്ചു. മമ്മി ഹാപ്പി ആയ സദ്യ കഴിച്ചപ്പോൾ? എന്താ മമ്മി ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. ഹലോ ബേബീസ്, ഹലോ ചേച്ചി, എവിടെയത്? നമ്മുടെ വിഷു സദ്യ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ അല്ലേ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ബേബീസ് ബിസി ആയിട്ട്. അങ്ങനെ നമ്മൾ വിഷു ലഞ്ചെല്ലാം കഴിച്ച് വി ആർ ഗോയിങ് ബാക്ക്. പുറത്തേക്ക് നമ്മൾ പോവാണ്. എവിടെയാണ് പോകുന്നത് എനിക്ക് പ്ലാൻ ചെയ്തിട്ടില്ല. ചലോ, അങ്ങനെ വിഷു ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു പോവാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ മാരാരി ബീച്ച് CGH എർത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വിഷു അത് കുഴപ്പമില്ല. ബാ, 200 മീറ്റർ ചുമ്മാ അടുത്തുകൂടെ കണ്ട ബ്രിഡ്ജ്. അപ്പോൾ വാക്ക് ചെയ്യും. കണ്ട റെസ്റ്റോറൻറ്റ്, പൂള്, ബീച്ച്. ഇതെന്നത്? ക്ലബ് ഹൗസാണ്. ഒരു 150 വർഷത്തെ പഴക്കമുണ്ട് ബിൽഡിങ്ങിന്. ഇതിനോ? അതെങ്ങനെ? ഓൾറെഡി ഇവിടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, മേടിച്ചിട്ട് റിനോവേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ പ്രോപ്പർട്ടി 25 വർഷമായിട്ടാണ്. ആ, ഇത് മാരാരി അല്ലേ? CGH മാരാരി. ഹലോ, ഇവിടേക്കാണ് നമ്മൾ വന്നത്. മാരാരി വന്നതാണ്. നല്ല പ്രോപ്പർട്ടിയാണ് ഇത്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. കുറച്ചുകൂടെ അവിടെ എടുക്കാറുണ്ട്. കുക്ക് റിട്ടേൺ നമുക്ക് ഓട്ടോ ഉണ്ടോ? ബഗിയുണ്ടോ? ബഗിയുണ്ടോ? ഞങ്ങൾ മാരാരി എത്തി. അതിൽ മാരാരി CGHലെത്തി. ഓ, അപ്പം നമ്മൾ ബീച്ചിനടുത്ത് പോകാനില്ല. നമ്മളിവിടെ ബീച്ച് സാക്ക് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പിസ്സ ഉണ്ട്. വാ, ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. ഹലോ സിബി, ഹായ് 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 ലല്ലു.
ഹായ്. നല്ല കോഫി, അടിപൊളി കോഫി. ഈ 4 മണി സമയത്ത് കോഫി അല്ലല്ലോ നല്ലത്, ബെസ്റ്റ് കോഫിയാണ്. നമ്മുടെ 5 മണിയായി. ലല്ലുവിനെ ഞാൻ ബിയർ കുടിക്കാൻ 5:30 കൂടിപ്പോയി. ലല്ലുവിന് 5 o'clock ലല്ലു ബിയർ കഴിക്കുന്നത്. ഇവിടെ വന്നിട്ടില്ല അല്ലേ? ജോജി ആന്റണി കമ്മിയ. ഇവിടെ മണ്ണുണ്ട്. ഇവിടെ മണ്ണുണ്ടല്ലോ. ആന്റണി, what are you doing? What are you doing? എന്താ ചെയ്യുന്ന മാവേ? ഉമ്മ കൊടുത്താ? ഒന്നും കൂടെ വിളിച്ചു ചോദിച്ചില്ലല്ലോ. ഹലോ. അപ്പം നമ്മളൊരു പിസ്സ, പെപ്പറോണി പിസ്സ 2 ഓർഡർ ചെയ്തു. ഹായ് സിബി, യു ലൈക്ക് പെപ്പറോണി? മമ്മക്ക് പെപ്പറോണി ഇഷ്ടമാണോ? ലല്ലു, വി ഓർഡർ ഫോർ പെപ്പറോണി. We ordered pepperoni, one of my favorite pizza. Super pizza. മാരാട്ട് പ്ലേറ്റ്, അപ്പുറത്തിരിക്കുന്ന പ്ലേറ്റ് അമ്മാമ്മക്ക് കൊടുത്തിട്ടാണ്. നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സും പറഞ്ഞു. കോഫി. ഫിഷ് ആൻഡ് ചിപ്സ് അത്. ലല്ലുവിന് ഫിഷ് ആൻഡ് ചിപ്സ് ആണോ? ഇവിടെ നോക്കിയേ, എങ്ങനെയുണ്ട്? CGH മാരാരി ട്രീറ്റ് എങ്ങനെയുണ്ട്? എൻ്റെ വക ട്രീറ്റ് ലല്ലുവിന്. വിഷു കൈ നീട്ടമായിട്ട് ലല്ലുവിന് ഞാൻ തന്ന ട്രീറ്റാണത്. മമ്മി ഹാപ്പി ആയോ? ഹാപ്പി. അപ്പം നിങ്ങൾ ഇന്നലെ എനിക്ക് തന്നെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുക. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രം ചോദിക്കില്ലേ. എനിവേ, താങ്ക് യു. അപ്പോൾ ഹായ്. അങ്ങനെ ഇന്നിപ്പോൾ വിഷു ദിനമായിട്ട് നമ്മൾ ഇവിടെ വന്നു. ഉച്ചയ്ക്ക് ലഞ്ച് നല്ല സൂപ്പറായിട്ടുള്ള ഫുഡ്. അതെ, വിഷു സദ്യ ക്രൗൺ പ്ലാസയിൽ നിന്ന് കഴിച്ച് ജസ്റ്റ് ഫാമിലി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ഡ്രൈവായിട്ട് മാരാരിയിൽ വന്ന്. അപ്പോൾ ഈ വന്നപ്പോഴത്തേക്ക് 5:30 ആയി. ഇപ്പോൾ ഒരു കോഫി കുടിച്ചു, ഒരു പിസ്സ എല്ലാം കഴിച്ച് അപ്പോൾ നമ്മൾ ബാക്ക് ടു എറണാകുളം. അപ്പോൾ ചിലപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് ആർത്തിങ്കയിൽ കയറണം, കൃപാസനത്തിലൊന്ന് കയറണം. ബിക്കോസ് കൃപാസനം ഇവിടെ തൊട്ടടുത്താണ്. അപ്പോൾ കൃപാസനത്തിൽ കയറി ഒരു നേർച്ചയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ അർത്തിങ്കൽ കയറി. അല്ല, അർത്തിങ്കൽ വിധം 2 വ്യത്യാസമുണ്ട് കേട്ടോ, 2 വഴിയാണ്. അപ്പോൾ എന്നാ ചെയ്യണ്ടേ? അർത്തിങ്കൽ കഴിഞ്ഞ ദിവസം കയറിയത്, അപ്പോൾ കൃപാസനത്തിൽ കയറിയിട്ട് അങ്ങ് പോകാം. ബസ് 2 വഴിയായി. നേരെ പോയ അർത്തിങ്കലും റൈറ്റ് പോയി കഴിഞ്ഞാൽ മെയിൻ റൂട്ടിൽ കയറി റൈറ്റ് കയറിയ കൃപാസനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കയറാമെന്ന്. മമ്മി കണ്ടിട്ടില്ല കൃപാസനം. അപ്പോൾ കൃപാസനത്തിൽ മമ്മീനെയും കൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തിലൊന്ന് പോട്ടെ. ഐത്തിയുണ്ട്, സിബിയുണ്ട്. അപ്പോൾ അങ്ങനെ കയറി ഒന്ന് കൃപാസനത്തിൽ കയറി നേർച്ചയിട്ടിട്ട് നമ്മൾ നേരെ എറണാകുളം പോവുകയാണ്. പിന്നെ അവിടെ നമ്മുടെ പള്ളിയിൽ മദ്ദലേന മറിയത്തിൻ്റെ പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കയറി മദ്ദലേന മറിയത്തിന് മാതാവിൻ്റെ അടുത്ത് നേർച്ചയായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വിഷുദിനം ആഘോഷിക്കുന്നു. സോ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തു. ഇതിപ്പോൾ ഇതുപോലൊരു പ്രോപ്പർട്ടിയാണ് ഗോവ. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഗോവ ഒന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, യെസ്. ഇന്നത്തെ ചിലവ് എൻ്റെ വകയല്ല, അപ്പം ഞാൻ പറയുന്നില്ല. നല്ല സൂപ്പർ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക്. അല്ലെങ്കിൽ പിള്ളേർ അങ്ങനെ നടന്നാലുണ്ട് വീർക്കാൻ തുടങ്ങും. കണ്ടോ, അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വീർക്കാൻ തുടങ്ങും. നമ്മൾ ബഗ്ഗിയിലാണ് പോകുന്നത്. ആ ബേബീസിൻ്റെ അടുത്ത് 2 മിനിറ്റ് നിർത്തുന്ന ചേട്ടാ. അത് നിങ്ങൾ പിക്കാനായിട്ടെ 2 ട്വിൻസുകൾ ഓടുന്ന കേട്ടോ. മിൻ ചേച്ചി ഇവിടെ നോക്കിക്കേ, 2 പേരും എങ്ങനെയുണ്ട്? വിഷു എങ്ങനെയുണ്ട്? അടിപൊളി. മറക്കാത്ത വിഷു അല്ലേ?
അയ്യോ അതിലല്ലേ പോകുന്നേ? സിബി സിബി കമിയ, വാ വാ വാ, ഇവിടെ വാ, കമിയ വാ. അങ്ങനെ സൂപ്പർ ആയിട്ടുള്ള കോട്ടേജസ് ആണ്. ഓക്കെ, വാ. എങ്ങനെയുണ്ട് മമ്മ വിഷു? ചാമങ്ങ, ചാമങ്ങ. ഇത് ലല്ലു നമ്മൾ ഓറഞ്ച് കൗണ്ടി പോലെ ഇല്ലേ അല്ലേ? കൂർഗ്. അത് സാരില്ല. എന്നെ റിസപ്ഷൻ എടുത്ത് ഇറക്കണേ. ലല്ലു പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്നാൽ മതി. ഞാൻ റെസ്റ്റ് റൂമിൽ പോയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരുപാട് കോട്ടേജസ് ഈ സൈഡിലുണ്ടല്ലോ. ഫുൾ കോട്ടേജസ് ആണ്. നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതെ ഡ്രസ്സിന്റെ സ്ഥലമാണോ അത്? അതെന്നത് അത് അത് ഷോപ്സ് ആണോ? അത് കൊള്ളാം കേട്ടോ. റിസപ്ഷൻ എത്തി. ചോദിക്കാം. നമ്മൾ ഈ പ്രോപ്പർട്ടിയും CGHൻ്റെ പ്രോപ്പർട്ടി കാണുമ്പോഴത്തേക്കും ഗോവയിലുള്ള ഒരുപാട് ബ്യൂട്ടിഫുൾ റിസോർട്ട്സിൻ്റെ ആ വ്യൂ ആണ് ഓർമ്മ വരുന്നത്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. CGH എർത്ത് എന്നാണ് ഇതിൻ്റെ പേര്, മാരാരി. നമ്മൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പാർക്കിങ്ങിൽ നിന്ന് ലല്ലു കാർ എടുത്തിട്ട് വരുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ കൃപാസനത്തിലെത്തി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ കൃപാസനത്തിലെത്തിയിരിക്കുകയാണ്. വിത്ത് ലല്ലു. മാതാവിൻ്റെ അടുത്ത് ലല്ലു വന്നു. കൃപാസനം. അങ്ങനെ കൃപാസനത്തിൽ നിന്ന് ലല്ലു വന്നിട്ട് ഇറങ്ങുവാണ്. ഒരു വലിയ അത്ഭുതമാണ്. ഫ്ലഫി ഞങ്ങളൊന്ന് അതിലെന്നെ മറിയത്തിൻ്റെ പെരുന്നാളായത്.
മൈ ഗോഡ്, വിഷു ഡേ ആയിട്ട് എന്താ ഇത് വാങ്ങിച്ചേ? ആയ്, എന്താ ഇത്? എന്തിനീ ജഡ്ജി, വാട്ട് ഇസ് ഇറ്റ്? വാവ്, സൂപ്പർ. ബൈ ബൈ പറഞ്ഞി. ഇങ്ങനെ നമ്മൾ മരട് മൂത്തേടം പള്ളിയിൽ മാതാവിന് കിരീടം കൊടുത്ത് സ്ഥലത്ത് വന്ന് മാതാവിൻ്റെ ഒന്ന് നോക്കിയപ്പോഴത്തേക്കും കിരീടം മദ്ദലേന മറിയത്തിനാണ് ഈ പ്രാവശ്യം വെച്ചിരിക്കുന്നത്. വളരെ സന്തോഷം. വിശുദ്ധ ഞങ്ങൾ അനുഗ്രഹിക്കണം. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു വ്ളോഗാണ്. പള്ളികളും പ്രാർത്ഥനയും അതുകൂടാതെ വിഷു വളരെ സന്തോഷമായിട്ട് കുടുംബസമേതം ആഘോഷിക്കാൻ പറ്റി എന്ന് വിശ്വസിക്കുന്നു. ശരിയല്ലേ? ഹാപ്പി വിഷു. ഹാപ്പി വിഷു ഇവിടെ നോക്കി പറയാം. ഹാപ്പി. അപ്പോൾ സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ ബൈ.